الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. നമുക്കിടയിൽ സത്യവിശ്വാസികൾ എന്ന വണ്ണം നമ്മൾ സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികൾ എന്ന നിലക്ക് മാത്രമല്ല, നമ്മൾ മനുഷ്യന്മാർ, കുടുംബജീവിതം നയിക്കുന്നവർ, പുറത്ത് പല രീതിയിൽ പല കാര്യങ്ങളിൽ പലരുമായി കൊണ്ട് ഇടപെടുന്നവർ, പ്രത്യേകിച്ച് നമ്മുടേതുപോലെയുള്ള ഒരു സമൂഹം, ഒരു ബഹുസ്വരതയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരുപാട് ആളുകളുമായി കൊണ്ട് പല രീതിയിലുള്ള നല്ല നല്ല ബന്ധങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ഈ ഇണക്കം, കരുണ എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. എന്നാൽ പലപ്പോഴും ഈ ഇണക്കത്തെ തകർക്കുന്ന രീതിയിലുള്ള പല രീതിയിൽ ഇടപെടലുകൾ നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്ന് അബദ്ധവശാൽ ഉണ്ടാകാറുണ്ട്. അതല്ലെങ്കിൽ അബദ്ധവശാൽ സംഭവിച്ചത് അത് പിന്നീട് അങ്ങനെ പിണക്കങ്ങളായി, ശത്രുതയായി, അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുകയും കാലങ്ങളായി ഈ ഇണക്കം തകർന്ന് പിണക്കത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒട്ടേറെ ആളുകൾ. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളോട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു അധ്യാപനം, അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾക്കിടയിൽ തഫ്രീഖ് ഉണ്ടാക്കാൻ പാടില്ല. അഥവാ ഭിന്നിപ്പും സ്വരച്ചേർച്ചയില്ലായ്മയും പിണക്കങ്ങളും ഉണ്ടാകരുത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സത്യവിശ്വാസികൾ പരസ്പരം ഉള്ള ബന്ധങ്ങളെപ്പോലെ സുദൃഢമാക്കേണ്ട ഒന്ന് എന്നുള്ള നിലക്ക്, കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പരം ശക്തമായി രൂപപ്പെടേണ്ട ബന്ധങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ ഇടപഴകുന്ന ആരൊക്കെയുണ്ടോ അവരുമൊക്കെ ആയിക്കൊണ്ട് ഉണ്ടാകേണ്ടതായ ബന്ധങ്ങളെ അത് തകർക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക. പിണക്കങ്ങൾ ഉണ്ടായാൽ തന്നെയും അത് പെട്ടെന്ന് പരിഹരിച്ച് ബന്ധം സുദൃഢമാക്കുക എന്നതിന് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളുമൊക്കെ വളരെ വലിയ പ്രാധാന്യമാണ്, പ്രാമുഖ്യമാണ് കൽപ്പിച്ചിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ,
തഹരീഷ് എന്ന ഒരു വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വരച്ചേർച്ചയില്ലായ്മക്കാണ് ആ വാക്ക് പറഞ്ഞിട്ടുള്ളത്. പിണക്കങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞ വാക്കാണത്. ഈ തഹരീഷ് ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മനുഷ്യന്മാർക്കിടയിൽ അന്ത്യനാള് വരേക്കും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ടുള്ള ഇബ്ലീസും ഇബ്ലീസിന്റെ ആളുകളും നിരന്തരമായി നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസിൽ ഈ പിശാജ് ജസീറത്തുൽ അറബിൽ ആദിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക, അതിൽ ഞാൻ നിർഭയനാണ് എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ ആശയതലങ്ങളിലേക്ക് വേറെ പോകേണ്ടതാണ്, അതല്ല ഇപ്പൊ പറയുന്നത്. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് എന്നാൽ ഞാൻ നിങ്ങൾക്കിടയിൽ ഭയപ്പെടുന്ന ഒരു കാര്യം ഈ തഹരീഷാണ്, അത് പിശാച് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളെ തകർക്കുന്ന രീതിയിൽ ഉള്ള സംസാരങ്ങളും ഇടപെടലുകളും ഇടപഴകുന്ന വിധത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് വളരെ ഗൗരവപ്പെട്ട നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാച് അങ്ങനെ നമുക്കിടയിൽ ഇടപെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടാകരുത്. ഉണ്ടാകാതിരിക്കാൻ കുടുംബങ്ങളെ തന്നെ നിങ്ങൾ പലപ്പോഴും നമ്മൾ എടുത്തു നോക്കുമ്പോൾ സഹോദരി സഹോദരന്മാർക്കിടയിൽ സുദൃഢമായ ഒരു ബന്ധമില്ലാത്ത എത്രയെത്ര വീടുകൾ, പെങ്ങന്മാരാവാം, അതല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിലാവാം, അതുമല്ലെങ്കിൽ പിന്നെ പരിചയക്കാർക്കിടയിലാകാം. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ ആരോടൊക്കെയും ബന്ധപ്പെടേണ്ടി വരുന്നുവോ അവരിൽ നിന്ന് അകൽച്ചകൾ കാത്തു സൂക്ഷിക്കേണ്ടി വരുന്ന രീതിയിൽ ഉള്ള ജീവിതാവസ്ഥകൾ, ഇത് ഗൗരവതരമായ രീതിയിൽ നമ്മളൊക്കെ ഓർക്കേണ്ട, ഉണരേണ്ട ഒരു വിഷയമാണ്. കാരണം അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹമാണ് പരസ്പരം ഇണക്കത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത്. ഈ ഇണക്കം നഷ്ടപ്പെടുന്നതോടുകൂടി ഈ ബർക്കത്താണ് ഇല്ലാതെയാകുന്നത്. ഈ ബർക്കത്ത് നമ്മൾക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതെങ്ങാനും നഷ്ടം സംഭവിച്ചു പോയാൽ നമ്മൾ അത് മുഖേന വഷളാക്കപ്പെടും, നമ്മൾ അത് മുഖേന അധപ്പതിച്ചു പോകും എന്നിങ്ങനെയുള്ള അധ്യാപനങ്ങൾ പരിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 46-ാമത്തെ ആയത്ത് ഖുതുബയുടെ ആമുഖമായി കേൾപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പറയുന്നത് വ അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് അനുസരണം പ്രഖ്യാപിക്കണം. വ റസൂലഹു, അവന്റെ റസൂലിനോട് നിങ്ങൾ അനുസരണം പ്രഖ്യാപിക്കണം. വലാ തനാസഉ, നിങ്ങൾക്കിടയിൽ നിസാ ഉണ്ടാകരുത്, പിണക്കങ്ങൾ ഉണ്ടാകരുത്, തർക്കങ്ങൾ ഉണ്ടാകരുത്, നിങ്ങൾക്കിടയിൽ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകരുത്. അങ്ങനെ സംഭവിച്ചാൽ ഫതഫ്ശലു, നിങ്ങൾ ആകമാനം വഷളാക്കപ്പെടും. നിങ്ങൾക്കിടയിൽ ഈ പിണക്കങ്ങൾ ഉണ്ടായാൽ, തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ഈ തർക്കങ്ങൾ എന്ന് പറയുമ്പോൾ ആരോഗ്യകരമായ സംവാദങ്ങളെക്കുറിച്ചോ ആശയപരമായ തർക്കങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹു പറയുന്നത് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ പൊറുക്കാൻ കഴിയാത്ത വെറുതെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന പിണക്കങ്ങളിലേക്ക് എത്തിക്കുന്ന രീതി തർക്കങ്ങൾ, അത് നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ അധപ്പതിച്ചു പോകും എന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു ഉമ്മത്ത് എന്നുള്ള നിലയിൽ നമുക്ക് ഉയർന്നു നിൽക്കാൻ അള്ളാഹു തന്നിട്ടുള്ള ഒരു വലിയ ആശ്വാസത്തിന്റെ ആദർശമുണ്ടല്ലോ, സമാധാനത്തിന്റെ ആദർശം. ആ ആദർശത്തിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ചോർന്നു പോയിട്ട് നിങ്ങളുടെ കാറ്റ് പോകുന്ന നിങ്ങളുടെ കാറ്റ് പോകും, നിങ്ങൾക്ക് ഉയർന്നു നിൽക്കാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി വസ്ബിറു, ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണം. ഈ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് പിണക്കങ്ങൾ രൂപപ്പെടുക, ബന്ധങ്ങൾ തകരുക. ബന്ധങ്ങൾ തകരാതിരിക്കാൻ അതിശക്തമായ ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാകണം. ഇന്നല്ലാഹ മഅസ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ളത് വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മൾക്കിടയിൽ ബന്ധങ്ങൾ ശക്തമായിട്ട് കുടുംബങ്ങൾക്കിടയിലാകാം, ഇണകൾക്കിടയിലാകാം, ജ്യേഷ്ഠാന്യന്മാർക്കിടയിലാകാം, ആങ്ങള പെങ്ങന്മാർക്കിടയിലാകാം, സഹോദരങ്ങൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലുമാകാം. നമ്മൾക്കിടയിൽ ശക്തമായി രൂപപ്പെട്ടു വരേണ്ട അതിശക്തമായ ആദർശ ബന്ധവും കുടുംബ ബന്ധവും സുഹൃത്ത് ബന്ധവും അയൽപ്പക്ക ബന്ധവും എന്താണെങ്കിലും ശരി, അതിന് വിള്ളലേൽപ്പിക്കുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിചാരിതമായിട്ടൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവട്ടോ,
അതൊന്നുമില്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇത് ചെറുതായ രീതിയിൽ എന്നിലുണ്ടായ ഒന്നാകുന്നു, ഞങ്ങളിൽ രൂപപ്പെട്ട ഒന്നാകും. അതിങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കലാണ് വലിയ കാര്യം. പിണക്കങ്ങൾ അകൽച്ചയിലേക്ക് നീങ്ങാൻ പാടില്ല എന്നർത്ഥം. എന്നാൽ അങ്ങനെയല്ലല്ലോ. കൊല്ലങ്ങളോളം പിണങ്ങിക്കഴിയുന്ന മനുഷ്യന്മാരുണ്ട്. എന്നാൽ അവരുണ്ട്, നോമ്പുണ്ട്, ഇബാദാത്തുകളുണ്ട്. പക്ഷേ തന്റെ സഹോദരനോട് പിണങ്ങിക്കഴിയുന്നു, സുഹൃത്തിനോട് പിണക്കത്തിലാണ്. ഇങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടുകയും എന്നിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന സമൂഹത്തിലും നാട്ടിൽ നിന്നുമൊക്കെ തന്നെയും ഒറ്റയായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വന്തം മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്ന ആളുകൾ, എന്നിട്ട് പിണങ്ങിയിട്ടോ ആ പിണക്കം ശക്തമായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ഉമ്മയോട് ഉപ്പയോട് ഇങ്ങനെ പിണങ്ങിയിട്ട് വലിയ ചെറിയ ചെറിയ കാരണങ്ങൾ ഉണ്ടാകാം. ഈ ന്യായം പറയുന്നവർക്ക് ആ കാരണങ്ങൾ വലുതായിരിക്കാം. പക്ഷേ ആ വലുതിലേക്ക് എത്തിച്ചത് ഊതി ഊതി വീർപ്പിച്ചതാണ്. അതല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഏറോ ഒരാൾ ഇടപെട്ടതാണ്, വേറെ ഒരാൾ ഇടപെട്ടതാണ്. അയാൾ നമീമത്തുമായി കൊണ്ടുവന്നതാണ്, അയാൾ ഏഷണിയുമായി കൊണ്ടുവന്നതാണ്. അങ്ങനെ തെറ്റിദ്ധാരണകൾ പരന്നു, ഊഹങ്ങൾ പരന്നു, ദുഷിച്ച ചിന്തകൾ മനസ്സിൽ കടന്നുകൂടി. എന്നിട്ട് ഉമ്മ മരിച്ചു പോകുമ്പോ അല്ലെങ്കിൽ ഉപ്പ മരിച്ചു പോകുമ്പോ പോലും ഉമ്മാന്റെ അടുക്കലേക്ക് ആ മരണത്തിന്റെ മുൻപ് രോഗാവസ്ഥയിൽ കിടക്കുമ്പോ ഉപ്പന്റെ അടുക്കലേക്കൊന്ന് വന്നിട്ട് അടുത്തിരിക്കാൻ പോലും കഴിയാത്തവണ്ണം ആ പിണക്കത്തിന്റെ ശക്തി രൂപപ്പെട്ടിട്ട് അവർക്കിടയിൽ ഇങ്ങനെ ആ ഉമ്മാക്ക് ഉമ്മനോടൊന്ന് പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്നവർ, ഉപ്പനോടൊന്ന് അവസാനം ചേർന്നിരിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്നവർ, അങ്ങനെ ഉമ്മ മരിച്ചു പോകുക അല്ലെങ്കിൽ ഇയാൾ മരിച്ചു പോകുക, ഇങ്ങനത്തെയൊക്കെ അവസ്ഥകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മരണസമയത്ത് യാത്രയാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം. ആ രീതിയിൽ അത്രയൊക്കെ തന്നെ പിണക്കങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഉണ്ടാകേണ്ടത് ശക്തമായി അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാകുന്ന ഇണക്കങ്ങളെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ദീർഘകാലം പിണങ്ങിക്കഴിയുന്ന രണ്ടുപേരുടെ ഒരു കഥയുണ്ട്. രണ്ടുപേരും അവർക്കിടയിൽ കുടുംബബന്ധമുണ്ട്. എളാപ്പ മൂത്താപ്പമാരുടെ മക്കൾ അങ്ങനെയൊക്കെ ആവാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വായനയിൽ അതേക്കുറിച്ച് വന്നിട്ടുള്ളത്. അതിൽ ഒരാള് എളാപ്പാന്റെ മകനെ കാണാൻ, തന്റെ സഹോദരനെ കാണാൻ, അങ്ങനെ പറയാം, സഹോദരനെ കാണാൻ വേണ്ടി പോവാണ്. എന്തിനെന്നറിയോ? കുറെ കാലായി പിണങ്ങിക്കഴിയാ. ഈ പിണങ്ങിക്കഴിയുന്നിടത്ത് നിന്ന് തന്റെ സുഹൃത്തിനോട് അല്ലെങ്കിൽ സഹോദരനോട് ഇനി ഇത് മുന്നോട്ട് പോയിക്കൂടാ, അദ്ദേഹം എന്നോട് ചെയ്തതാണെങ്കിലും ശരി, ഞാൻ എന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതാണെങ്കിലും ശരി, അത് ഇതോടുകൂടി തീർക്കണം എന്നുള്ള ചിന്തയോടുകൂടി എന്നിൽ സംഭവിച്ചത് ഞാൻ വിട്ടുപുറത്ത് മാപ്പാക്കിക്കോളാം, അതേപോലെ തന്നെ എന്നിൽ സംഭവിച്ചത് ഞാൻ പുറത്തു കൊടുത്തുകൊള്ളാം, എന്നോട് സംഭവിച്ചത് എനിക്കതിൽ എതിർപ്പില്ല, ഒരു വിഷമമില്ല എന്ന് അയാളുടെ പറയാനും വിട്ടുവീഴ്ച ചെയ്യാനും അയാളുടെ പുറത്ത് തരാനും മാപ്പ് ചോദിക്കാനും വേണ്ടി പോവുകയാണ് എന്നുള്ള നിലക്ക് അയാൾ വീട്ടിന്റെ വാതിൽ ചെന്നിട്ട് മുട്ടുകയാണ്. വീടിന്റെ വാതിൽ ചെന്ന് മുട്ടുന്ന സമയത്ത് തന്റെ സ്വന്തം സഹോദരൻ, അതല്ലെങ്കിൽ എളാപ്പാന്റെ മകൻ, ആ മകൻ പറയുന്നത്, ആ സഹോദരൻ പറയുന്നത്, നിന്നെ എനിക്ക് കാണുക തന്നെ വേണ്ട, ഞാൻ മരിച്ചാലും നീ എന്റെ ഈ വളപ്പിലേക്ക്, എന്റെ അകത്തേക്ക്, എന്റെ വീട്ടിലേക്ക് പോലും ചവിട്ടിപ്പോകരുത് എന്ന വണ്ണം പറഞ്ഞ് അയാളെ ആട്ടി ഓടിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്ന എത്രയെത്ര സംസാരങ്ങൾ കേൾക്കാറുണ്ടെന്നറിയും. ഈ രീതിയിലുള്ളത് അത് ബന്ധങ്ങൾ വ്യത്യസ്തമാകുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ വരുന്ന ഒരുപാട് ആളുകൾ, പരിചയക്കാർ തമ്മിൽ പിണങ്ങിക്കഴിയുന്ന ആ പിണക്കം ശക്തിപ്പെട്ട് കാരണങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാലോ ഒന്നും ഉണ്ടാകൂല. എന്നോ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെറിയ സാമ്പത്തിക രംഗത്തുണ്ടായ ചെറിയ ഒന്ന്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധാരണകൾ തിരുത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷെ അതിനൊന്നും സമ്മതിക്കാത്ത വണ്ണം ഈ ബന്ധം അതിശക്തമായിട്ട് തകർന്ന് എന്നിട്ടതൊന്ന് ഇണക്കി ചേർക്കാൻ വേണ്ടി നോക്കുമ്പോൾ സാധിക്കാത്ത വണ്ണം അവർക്കിടയിൽ വേറെ ആരോ ഇടപെട്ടു. ആ ഇടപെട്ടത് ഒരു ഏഷണിക്കാരനാണ്, അതല്ലെങ്കിൽ ഒരു പരദൂഷണം പറയുന്ന ഒരാളാണ്. അയാൾ പറഞ്ഞുണ്ടാക്കിയതെന്തോ ഒന്ന് അയാളുടെ മനസ്സിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ രൂപപ്പെട്ട് വളർന്നു വന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിടയിൽ അത് ഉണ്ടാകാൻ പാടില്ല. അവസാനം ഇത് സംഭവിച്ചെന്നറിയോ? ഈ മനുഷ്യൻ പിരിഞ്ഞു പോണ സമയത്ത് പറയാണ്, ഞാൻ ഏതായാലും നല്ല ആത്മാർത്ഥമായിക്കൊണ്ട് എന്റെ ആ സഹോദരനുമായിക്കൊണ്ടുള്ള അക്കം തീർക്കാൻ നെയ്യത്തോടു കൂടിയാണല്ലോ പടച്ചവനെ ചെന്നിട്ടുള്ളത്. ഞങ്ങളിൽ ആരാണ് മരിച്ചു പോകുക എന്നറിഞ്ഞൂടാ. ഈ മരിച്ചു പോകുന്നത് ഞാനാണെങ്കിൽ ഞാൻ അതിനു വേണ്ടി പോയിട്ടുണ്ടല്ലോ, ഈ നന്നാക്കാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ എന്ന് നിനക്കറിയാലോ എന്നുള്ള ആത്മഗതത്തോടു കൂടിയാണ് ഈ മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവനോ ആയിക്കൊണ്ട് പിരിഞ്ഞു പോകുന്നത്. ഇയാൾ മറ്റേയാളോ
മറ്റേയാൾ അവന്റെ വീട്ടിൽ കിടന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്ന് അന്നത്തെ രാത്രി മരിച്ചു പോവുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ എന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ നമ്മുടെ സമൂഹത്തിൽ? നമ്മുടെ പരിചയക്കാരുണ്ടായിട്ടില്ലേ? പക്ഷെ അങ്ങനെ ഉണ്ടാകേണ്ടവരാണോ, അങ്ങനെ പോകേണ്ടവരാണോ പരലോക വിശ്വാസമുള്ളവരായ മുഅ്മിനുകൾ? നമ്മുടെ വിഷയം അതാണല്ലോ. നമ്മൾക്ക് ഏതൊരു വിഷയത്തിലും വല്ലാത്തൊരു ആശ്വാസത്തിൽ തെളിനീരാണല്ലോ നമ്മൾക്കുണ്ടാകുന്ന യൗമുൽ ആഖിറയിലുള്ള വിശ്വാസം. എന്തേ? അത് ഓർത്തുകൊണ്ട് വിട്ടുകൊടുക്കാനും പുറത്തു കൊടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ടല്ലോ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലേന്ന്. റബ്ബിന്റെ മാപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യല്ലേ? അതിനുവേണ്ടി നമ്മൾ പരസ്പരം പൊരുത്തപ്പെടാനും പുറത്തു കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും സാധിക്കാത്ത വണ്ണം ബന്ധങ്ങളെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന, തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ അവസ്ഥകൾ, ജീവിതാവസ്ഥകൾ പോകാൻ പാടില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന പിണക്കങ്ങൾ എന്തായിരിക്കും എന്നറിയോ? കുട്ടികൾ തമ്മിൽ ഉണ്ടാകുന്നതായിരിക്കും. ആലോചിച്ച് നോക്കാൻ ഉണ്ടാവുന്നുണ്ടല്ലോ. ജ്യേഷ്ഠാനുജന്മാർ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളും ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് മക്കളുണ്ടെങ്കിൽ, ആ മക്കളുമായി ബന്ധപ്പെട്ട വികൃതിത്തരങ്ങൾ, ആ വികൃതിത്തരങ്ങൾക്കിടയിൽ നമ്മൾ മാതാപിതാക്കൾ എന്ന വണ്ണം അതിലേക്ക് ഇടപെട്ട് സംസാരിച്ച് അത് വലിയ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കാൻ കാരണമാവുകയും എന്നിട്ടത് വലിയ പ്രശ്നങ്ങളാവുകയും ചെയ്യും. പക്ഷേ സത്യം എന്താണ്? ഈ കുട്ടികൾ, കൂട്ടുകാര് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച അത്രയേ ഉള്ളൂ. ഒരൊറ്റ വികാരത്തിന് വേണ്ടി അടിമപ്പെട്ട്, ഒരു വൈകാരികതയ്ക്ക് അടിമപ്പെട്ട് പരസ്പരം അടിപിടി കൂടിയേക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞേക്കാം. എന്നാൽ പോലും തൊട്ടടുത്ത നിമിഷം അവർ നന്നായി കളിക്കുന്നതും കാണും. ഇത് സ്വാഭാവികമായിട്ട് സഞ്ചരിക്കുന്നതാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഇടപെട്ടാലോ? ഈ ഇടപെടലുകളല്ലേ പരസ്പരം പലപ്പോഴും പലതരത്തിലുള്ള അനർത്ഥങ്ങൾക്ക് നിമിത്തങ്ങളാകുന്നത്. അത് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് അത് വലിയ പിണക്കങ്ങളായിട്ട് മാറിയിട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇതിന് നിമിത്തമാകുന്ന തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പകരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു തുറന്ന് നല്ല സംസാരങ്ങളിൽ ഇടപെടുന്നതുണ്ടാകും. ഉള്ളുറന്ന് സംസാരിക്കുക എന്നുള്ളത് ജേഷ്ഠാനുജന്മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് പരസ്പര ധാരണ പശക്കുകൾ ഉണ്ടാവും. ഉള്ളൂറ് സംസാരിക്കണില്ല. കാരണം നമ്മുടെയൊക്കെ തിരക്കാനുണ്ടാവണത്. സ്വന്തം സഹോദരന്റെ കൂടെ ഇരുന്നിട്ട്, ജ്യേഷ്ഠനാകാം അനുജനാകാം, ഒന്നിച്ചിരുന്നിട്ട് ഒന്ന് ഉള്ളു തുറന്ന് നമ്മളുടേതായ നിലക്ക് നാടൻ വർത്തമാനം പറഞ്ഞ്, അവിടെ വേറെ ആടെ കുറ്റം കുറവൊന്നും പറയണ്ട, നമ്മുടേതായ നാടൻ വർത്തമാനം പറഞ്ഞ് നമുക്ക് അങ്ങനെ സംസാരിക്കുന്ന ഒരു സംസാര പ്രകൃതം, അങ്ങനെ സംസാരിക്കുന്ന ഒരു കുടുംബ പ്രകൃതം നമുക്കിടയിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കൂ. അതുണ്ടാകാൻ പാടില്ല. അങ്ങനെ ധാരണകൾ ഇല്ലാതെയായി മാറുകയും തെറ്റായ ധാരണകൾ വളർന്നു വരികയും എന്നിട്ട് അകൽച്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു ആത്മാർത്ഥ ബന്ധം, പിണക്കങ്ങളില്ലാത്ത ആളുകളിൽ പോലും ഒരു ബന്ധത്തിലെ ആത്മാർത്ഥത എന്നത് ഇല്ലാതെയായി പോകുന്ന ഒരു കാലഘട്ടം. അത് നമ്മുടെ തിരക്കുകൾ കൊണ്ടായിരിക്കാം, നമ്മുടെ ജോലി തിരക്ക് കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കണം. കാരണം ബന്ധങ്ങൾ എത്രമേൽ ഊഷ്മളമാകുന്നുവോ അത്രമേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുകയും നാളെ പരലോകത്ത് അതിന്റെ ഗുണവും റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള വിട്ടുവീഴ്ചയും കാരുണ്യവും നമുക്ക് അതിന്റെ പേരിൽ മാത്രം കിട്ടും എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കിടയിൽ ബന്ധങ്ങൾ തകർക്കുന്ന ആളുകൾ ഇടപെടുന്ന ഇടപെടലുകളുടെ കാര്യത്തിൽ ജാഗ്രത കാണിക്കാൻ പഠിപ്പിക്കുന്ന ആയത്തുകളുണ്ടല്ലോ. സൂറത്തുൽ ഹുജറാത്ത് ഈ വിഷയത്തിൽ ഒരുപാട് അധ്യാപനങ്ങൾ നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആയത്ത്, ഇൻ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഇപ്പൊ ബന്ധങ്ങൾ തകരാനുണ്ടാകുന്ന ഒരു വലിയ കാരണതായിരിക്കും. ഇടയിൽ ഒരാൾ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടാകും, എന്നെ കുറിച്ച് അവൻ പറഞ്ഞത് ഇതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ തമ്മിൽ പിണങ്ങിയവരാണ് എന്നുള്ള നിലക്ക് ആ പിണക്കത്തെ ശക്തിപ്പെടുത്താനാണോ ഇടപെടേണ്ടത്? അതല്ല അതിനെ മഞ്ഞുരുക്കാനാണ് ഇടപെടേണ്ടത്? പക്ഷെ ഇതല്ല മഞ്ഞുരുക്കാൻ വേണ്ടിക്കൊണ്ട്, ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് ഇടപെടുന്നതിന് പകരം അത് ശക്തിപ്പെടുത്താൻ, ആ ബന്ധങ്ങളെ, പിണക്കങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിക്കൊണ്ടാണ് പരസ്പരം പലപ്പോഴും ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഇടപെടലുകളുടെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ, എന്തെങ്കിലും ഒരു വർത്തമാനവുമായി കൊണ്ട് അധർമ്മം ചെയ്യുന്ന ഒരാൾ, വിശ്വസിക്കാൻ കഴിയാത്ത ഒരാൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ഫതബയ്യനു, നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വാർത്തകളെ കുറിച്ച് അന്വേഷിക്കണം. ഇപ്പൊ പിണക്കണ്ടായ രണ്ടാളുകൾ, അവർക്കിടയിൽ മൂന്നാമതൊരാള് ആ പിണക്കം തീർക്കാനല്ല, ആ പിണക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു സംസാരം വന്നു കഴിഞ്ഞാൽ
ഇണക്കമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? ഇയാൾ പറഞ്ഞതിലുള്ള വസ്തുത എന്താണ്? നേർക്കുനേരെ ഒന്ന് ചോദിക്കാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കുകയും താങ്കൾ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ പറയാൻ സാധ്യതയില്ല എന്നെനിക്കറിയാം. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനായിരിക്കണം സത്യവിശ്വാസികൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ജഹാലത്തിൽ നമ്മൾ ആയിത്തീരുകയും വിവരക്കേടിൽ നമ്മൾ ആയിത്തീരുകയും പിന്നീട് അതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരികയും ചെയ്യും എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സഹോദരന്മാരെ കുറിച്ച്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നവരെ കുറിച്ച്, അത് വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ശരി, നല്ല ധാരണകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. തെറ്റായ ധാരണകൾ നമ്മളെ ഒരുപാട് അബദ്ധങ്ങളിലേക്കും വിള്ളലുകളിലേക്കും ബന്ധങ്ങളിലെ വിള്ളലുകളിലേക്കും ഒക്കെ കൊണ്ടു ചെന്ന് എത്തിക്കും എന്നുള്ള തിരിച്ചറിവായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ അപവാദം പ്രചരിപ്പിച്ച ഒരു വാർത്ത, ഒരു ചരിത്രം നമുക്കറിയാലോ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ ആ വിഷയം സംസാരിക്കുന്നുണ്ട്. ആ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് മിസ്തഹ് എന്നറിയപ്പെടുന്ന ഒരു സ്വഹാബി, ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബി, അദ്ദേഹം ഈ വാർത്തകൾ പ്രചരിപ്പിക്കുകയും സത്യവിശ്വാസികൾക്കിടയിൽ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രവാചകൻ തന്റെ പത്നിയെ ബന്ധം വേർപ്പെടുന്ന തരത്തിലേക്ക് പോലും ആലോചിക്കാൻ തക്കതായതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിൽ ഈ മിസ്തഹ് എന്നറിയപ്പെടുന്ന ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയായ ഒരു മനുഷ്യൻ കപടവിശ്വാസികൾ ഉയർത്തിവിട്ട ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇടപെട്ട് സംസാരിക്കുകയും അതിൽ വാർത്ത പ്രചരിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ചെയ്തത് മിസ്തഹ് അതിൽ പങ്കാളിയായിട്ടുണ്ട്. കപടവിശ്വാസികളുടെ ആയുധം ഏറ്റെടുത്ത് മിസ്തഹ് റളിയല്ലാഹു അൻഹു അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതോടുകൂടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്, മിസ്തഹിന് ഇനി എന്റെ വീട്ടിൽ നിന്ന് ഒരു സഹായവുമില്ല, മിസ്തഹുമായി കൊണ്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഇതോടുകൂടി നിർത്തുകയാണ് എന്നുള്ള വണ്ണം അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, അങ്ങനെ ഒരാളും സത്യവിശ്വാസികൾ അങ്ങനെ ഒരിക്കലും സത്യം ചെയ്യാൻ പാടില്ല. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി, ജീവിതത്തിൽ വിശാലത കിട്ടിയവരായ ആളുകൾ, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നവരായ ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്തവരായ ആളുകൾ ഇങ്ങനെ തന്റെ സഹോദരന്മാരെ അവരെ സഹായിക്കില്ലെന്നോ അവരുമായി കൊണ്ട് ബന്ധമുണ്ടാവുകയില്ലെന്നോ പോലെയുള്ള സത്യവാചകങ്ങൾ പറയാൻ പാടില്ല. അത് സത്യം ചെയ്ത് പറയാൻ പാടില്ല. അത് സ്വന്തം ഉറ്റവരാകാം, സാധുക്കളാകാം, മുഹാജിറുകളാകാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവരാകാം. അവരോടൊന്നും ഇങ്ങനെ ബന്ധം മുറിക്കുന്നു എന്നുള്ള രീതി സംസാരിക്കാൻ പാടില്ല. വൽയഅഫു, ബന്ധം മുറിക്കുന്നതിന്റെ മുൻപ് ഉണ്ടാകേണ്ടത് അഫവ് കൊടുക്കലാണ്, മാപ്പ് കൊടുക്കലാണ്. വൽയസ്ഫഹു, വിട്ടുപുറത്ത് മാപ്പാക്കലും വിട്ടുകൊടുക്കലും വിട്ടുവീഴ്ചയിലുമാകുന്നു. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും എന്ന് അല്ലാഹു പറയുന്ന വാക്കിതാണ്. നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അങ്ങനെയെങ്കിൽ അള്ളാന്റെ മാപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ പുറത്തു കൊടുക്കാനും മാപ്പാക്കാനും നമുക്ക് കഴിയണ്ടേ? ഇതാണ് നമ്മുടെ ഒരു മാർഗമാകേണ്ടത്. അങ്ങനെ വരുമ്പോഴല്ലേ പ്രിയപ്പെട്ട സഹോദരൻ വ്യക്തമായ ബന്ധങ്ങൾ രൂപപ്പെട്ടു വരികയുള്ളൂ. അങ്ങനെ വരുമ്പോഴല്ലേ നമുക്കിടയിൽ സുഭദ്രവും സുരക്ഷിതത്വവുമായൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. ഇല്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള ശത്രുതാ തോന്നലുകളും വൈരാഗ്യങ്ങളും ഇങ്ങനെ വളർന്നു വരും. അത് വലിയ പ്രശ്നങ്ങൾക്ക് നിമിത്തമാകും. ദുനിയാവും നഷ്ടപ്പെടും, പരലോകവും നഷ്ടപ്പെടും, സമാധാനം ഉണ്ടാവൂല. അതുകൊണ്ട് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനും സ്വഭാവരംഗത്ത് ഇസ്ലാമിന്റെ മാർഗത്തെ പിന്തുടരാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സാഹചര്യമാകുമ്പോൾ കുറച്ചുകൂടി അതിന് പ്രാധാന്യമുണ്ട്. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഈ വിഷയം ഒന്ന് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പല ആളുകൾക്കിടയിലും ഇങ്ങനെ പിണങ്ങിക്കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്, മനുഷ്യന്മാരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബന്ധങ്ങൾ അതിശക്തമായിട്ട് രൂപപ്പെട്ടു വരേണ്ടിടത്ത് തകർച്ചകൾ ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ട്.
അതില്ലാതെയാവണം. നമുക്ക് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങാൻ പാടില്ലാത്ത ആൾക്കാരല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പിണങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും ഇണങ്ങുമ്പോൾ ആ ഇണക്കത്തിൽ മറക്കാവുന്നതേ പിണങ്ങുമ്പോൾ പറയാവൂ എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംസാരത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ സംസാരിച്ച് പലതും പറഞ്ഞ് പിന്നെ ഇണങ്ങാൻ പോലും കഴിയാത്ത വണ്ണം അകൽച്ചകൾ വർദ്ധിക്കുക എന്നുള്ളത് ഉണ്ടാകരുത്. പിണക്കുണ്ടാവാം, സ്വാഭാവികം. ആ പിണങ്ങുമ്പോൾ അഥവാ ഇണങ്ങണല്ലോ, അല്ല എന്തായാലും ഇണങ്ങണല്ലോ, ഇണങ്ങുമ്പോൾ എനിക്ക് മറക്കാവുന്ന വാക്കുകളെ ഞാൻ പറയാവൂ എന്നുള്ള തരത്തിൽ നമ്മൾ തീരുമാനിക്കണം. അതിന് സാധിക്കുന്നത് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥനകൾ രൂപപ്പെട്ടു വരേണ്ട അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധ ഖുർആൻ സൂറത്തു ഹശ്റിലെ 10-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇതാണ്: റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്താണ്. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. ഈ പ്രാർത്ഥന നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഇതൊക്കെ പരസ്പരം ഉണ്ടാകുന്ന വൈരാഗ്യങ്ങളൊക്കെ ചോർന്നു പോകും. അങ്ങനെ അഥവാ പിണങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പിണക്കം ഇല്ലാതെയാക്കണം, ഇണങ്ങണം എന്നുള്ള ഒരു തോന്നലിലേക്ക് നമുക്ക് എത്താനും സാധിക്കും. കാരണം അത്രമേൽ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണത്. റബ്ബിനോട് പറയാണ്: റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇഗ്ഫിർ ലനാ, ഞങ്ങളോട് നീ പൊറുക്കേണമേ, വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾ ആരൊക്കെയുണ്ടോ, മുഅ്മിനീങ്ങളടക്കം, ഞങ്ങളുടെ മനുഷ്യ സഹോദരങ്ങളടക്കം, ഞങ്ങളുടെ രക്തബന്ധത്തിലുള്ളവരടക്കം, അവരൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ ഒരു വാക്കാണത്. ഞങ്ങളുടെ സഹോദരങ്ങളോടും ഞങ്ങളോടും നീ പൊറുക്കേണമേ. അതേപോലെ തന്നെ അല്ലദീന വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾ, അല്ലദീന എന്നിട്ട് പറയുന്ന വേറൊരു വാക്കുണ്ട്, അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാനോട് കൂടി ഞങ്ങളുടെ മുൻപേ നിന്നിലേക്ക് യാത്ര ചെയ്തവരായ ആളുകൾ, മരിച്ചുപോയവരായ ആളുകൾ, അവരോടൊക്കെയും നീ പൊറുക്കേണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, മുഅ്മിനുകൾ എന്നുള്ള നിലക്ക് ഞങ്ങൾക്കിടയിൽ ഒരു തരത്തിലും പകയുണ്ടാക്കുന്ന ഒന്നുണ്ടാക്കരുതേ. ഗില്ല്, പകയുണ്ടാക്കുന്ന ഒന്നുണ്ടാക്കരുതേ. ആ രീതിയിൽ നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുകയും എന്നിട്ട് റബ്ബിനോട് റബ്ബന ഇന്നക റഊഫുർ റഹീം, ഞങ്ങളുടെ റബ്ബേ നീ ദയാപരനാണ്, നീ കരുണാനിധിയാണ് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്തിന്റെ ഒരു അവസാന ഭാഗത്ത് ആ പ്രാർത്ഥന ഉള്ളത്. നമ്മൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ വല്ലാത്ത ഒരു ബന്ധം സത്യവിശ്വാസികൾക്കിടയിൽ ശക്തിപ്പെട്ടു വരും. മനുഷ്യന്മാരായിട്ട് കാണാനും കഴിയും. അതിന് സാധിക്കുന്ന ഒരു ഈമാനാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകാറാവട്ടെ. ഈ രംഗത്തൊക്കെ വന്നു പോകുന്ന വീഴ്ചകളും പോരായ്മകളും റബ്ബ് നമുക്കൊക്കെ മാപ്പ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മുൻപേ മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കുകയും മാപ്പ് നൽകുകയും ചെയ്യണം യാ റബ്ബേ. ഞങ്ങൾക്കിടയിൽ പകയുടെ, വിദ്വേഷത്തിന്റെ, പിണക്കത്തിന്റെ എല്ലാ കാര്യങ്ങളും അതൊരു മഞ്ഞുരുക്കമായിക്കൊണ്ട് ശക്തമായി ബന്ധങ്ങൾ രൂപപ്പെട്ടു വരാനുള്ള ശക്തിയും ഈമാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം യാ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.